കേരളത്തിൽ പരമ്പരാഗതമായി യു.ഡി.എഫും എൽ.ഡി.എഫും തമ്മിലുള്ള മത്സരമാണ്. രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള അധികാര ചാഞ്ചാട്ടം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 20 ലോക്സഭാ സീറ്റുകളിൽ 18 എണ്ണത്തിലും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു.ഡി.എഫ് വിജയിച്ചത് ഭരണകക്ഷിയായ എൽ.ഡി.എഫിന് എതിരെയാണ്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാനമായ പോരാട്ടം ആവർത്തിക്കുക എന്നത് യു.ഡി.എഫിന് വെല്ലുവിളിയാകും. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധതയെ മറികടക്കാൻ മാത്രമല്ല, തൃശൂർ, എറണാകുളം, കോട്ടയം ജില്ലകളിലെ യു.ഡി.എഫ് വോട്ട് ബാങ്കുകളിലേക്ക് ചുവടുവെക്കുവാനും എൽ.ഡി.എഫിന് കഴിഞ്ഞിരുന്നു. കേരളത്തിൽ മൂന്നാം മുന്നണിയായി ഉയർന്നു വരുന്ന എൻ.ഡി.എ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ്. ഇതാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം. വാശിയേറിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുന്നണികൾ ഏറ്റുമുട്ടുമ്പോൾ വിജയമാർക്ക് എന്നത് ഓരോ പാർട്ടിയുടെയും അഭിമാന പ്രശ്നം കൂടിയായി മാറും. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി ഒരു സീറ്റ് പിടിക്കുകയും വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുകയും ചെയ്തത് കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയെ തകിടം മറിച്ചു. ചേലക്കര നിയമസഭാ മണ്ഡലം 1996 മുതൽ CPM തോൽവി അറിയാതെ നിൽക്കുന്ന തൃശൂർ ജില്ലയുടെ വടക്കൻ അതിർത്തിയിലുള്ള പട്ടികജാതി സംവരണ നിയമസഭാ മണ്ഡലമാണ് ചേലക്കര. CPMന്റെ കെ രാധാകൃഷ്ണൻ 1996 മുതൽ 4 തവണ ചേലക്കരയെ പ്രതിനിധീകരിച്ചപ്പോൾ 2016 UR പ്രദീപ് CPMനായി സീറ്റ് നിലനിർത്തി. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് രാധാകൃഷ്ണൻ SC/ST കാര്യമന്ത്രിയായും 1996 മുതൽ 2001 വരെ കേരള നിയമസഭാ സ്പീക്കറായും 2006 മുതൽ 2011 വരെ സേവനമനുഷ്ഠിച്ചിരുന്നു. ചേലക്കരയിൽ നടന്ന 12 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 1967, 1970, 1977, 80, 87, 1991 വർഷങ്ങളിലായി 6 തവണ കോൺഗ്രസും വിജയിച്ചു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMലെ UR പ്രദീപ് 67,771 വോട്ടുകൾ നേടിയപ്പോൾ കോൺഗ്രസിന്റെ KA തുളസിക്ക് 57,571 വോട്ടുകൾ ലഭിച്ചു. ഇടതുപക്ഷത്തിന്റെ വോട്ട് വിഹിതം 2011 55.42% നിന്ന് 44.81 കുറഞ്ഞു. ഇനി പാലക്കാട് ലോക്സഭാ മണ്ഡലം പരിശോധിച്ചാൽ വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ മുന്നിട്ട് നിന്ന മെട്രോമാൻ E ശ്രീധരനെ അവസാന ലാപ്പിൽ മറികടന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഷാഫി പറമ്പിൽ സീറ്റ് നിലനിർത്തിയതാണ് 2021 തെരഞ്ഞെടുപ്പിലെ പാലക്കാട് ജില്ലയിലെ ഏറ്റവും ആവേശകരമായ വിജയം. തൃത്താലയിൽ തീപാർന്ന പോരാട്ടം നടത്തിയ സിറ്റിംഗ് MLA VT ബൽറാമിനെ 3000-ഓളം വോട്ടുകൾ മറികടന്നുകൊണ്ട് MP രാജേഷിന്റെ വിജയമാണ് മറ്റൊരു തിളക്കം. 2016 9 സീറ്റിൽ വിജയിച്ച LDF അത് അങ്ങനെ 10 ഉയർത്തി. കോൺഗ്രസ് വിജയപ്രതീക്ഷ പുലർത്തിയിരുന്ന പട്ടാമ്പിയിൽ CPI സ്ഥാനാർത്ഥിയായ മുഹമ്മദ് മുഹസിൽ ഭൂരിപക്ഷം ഇരട്ടിയാക്കി വിജയം ആവർത്തിച്ചു. BJP ഏറെ പ്രതീക്ഷ വെച്ചിരുന്ന പാലക്കാട്, മലമ്പുഴ മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തായപ്പോൾ പാലക്കാട് CPMും മലമ്പുഴയിൽ കോൺഗ്രസും 3ാം സ്ഥാനത്തായി. E ശ്രീധരൻ മത്സരത്തിനെത്തിയതും 20 വർഷം മലമ്പുഴയെ പ്രതിനിധീകരിച്ച VS അച്യുതാനന്ദന്റെ അഭാവമാണ് 2021 ശ്രദ്ധാകേന്ദ്രമായത്. തൃത്താലയിൽ MP രാജേഷ് VT ബൽറാം പോരും പാലക്കാടിന്റെ തെരഞ്ഞെടുപ്പ് കാറ്റിന് ചൂടേറ്റി. 2016 പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം, കോങ്ങാട്, മലമ്പുഴ, ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ, തരൂർ എന്നീ മണ്ഡലങ്ങളാണ് LDFനൊപ്പം നിന്നത്. തൃത്താല, പാലക്കാട്, മണ്ണാർക്കാട് എന്നിവിടങ്ങളിലെല്ലാം തന്നെ UDFനെ തണുപ്പിക്കുകയും ചെയ്തു. പാലക്കാട്ടും മലമ്പുഴയിലും BJP രണ്ടാമതെത്തുകയും ചെയ്തിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 8 നിയമസഭാ മണ്ഡലങ്ങളിലും UDF മുന്നിലെത്തിയിരുന്നു. 4 മാത്രമാണ് LDF മുന്നിലെത്തിയത്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടകൾ പലതും LDF തിരിച്ചുപിടിച്ചിരുന്നു. പാലക്കാട് മെട്രോമാൻ E ശ്രീധരനിലൂടെ BJP ഉയർത്തിയ കടുത്ത വെല്ലുവിളി അതിജീവിച്ച് പാലക്കാട് മണ്ഡലത്തിൽ ഷാഫി പറമ്പിലിന് 3ാം ഊഴം ലഭിച്ചതും 3859 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനുമാണ് ഷാഫി E ശ്രീധരനെ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളിയത്. ഇനി പരിശോധിക്കേണ്ടത് ഇപ്പോഴത്തെ രാഷ്ട്രീയ കാറ്റ് ആർക്ക് അനുകൂലമാകുമെന്നാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാറ്റ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഫലിക്കുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികളുള്ളത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ BJP അക്കൗണ്ട് തുറന്നതും വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചതും പാലക്കാട് വലിയ പ്രതീക്ഷ BJPക്ക് നൽകുന്നുണ്ട്. എന്നാൽ അതേസമയം വയനാട്ടിലെ പ്രിയങ്കാ ഗാന്ധി തരംഗം പാലക്കാടും അലയടിക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF ഉള്ളത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി തരംഗം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അനുകൂലമാകുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നുവെങ്കിലും തിരിച്ചായിരുന്നു ഫലം. ചരിത്രത്തിലാദ്യമായി 2ാം പിണറായി സർക്കാർ അധികാരത്തിലേറി. എന്നാൽ ഇത്തവണ ചരിത്രം ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് CPM ഉള്ളത്. അതിനുള്ള അണിയറ ഒരുക്കങ്ങളും CPM തുടങ്ങിക്കഴിഞ്ഞു. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായ എല്ലാ ഘടകങ്ങളും പരിശോധിച്ച് മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോവുകയാണ് CPM ഇപ്പോൾ. എന്നാൽ 2024 രാഷ്ട്രീയ സാഹചര്യത്തിൽ സമുദായ വോട്ടുകളിൽ വലിയ മാറ്റം സംഭവിച്ചിരുന്നു. അനുകൂലമാകുമെന്ന് വിചാരിച്ചിരുന്ന സമുദായ വോട്ടുകളെല്ലാം മാറി മറിഞ്ഞു പോയി. CPMന്റെ അടിസ്ഥാന വോട്ടാണ് എന്ന് പ്രതീക്ഷിക്കുന്ന ഈഴവ വോട്ടിലും വലിയ തരത്തിലുള്ള വിള്ളലോ അഥവാ ഭിന്നതയോ ഉണ്ടായി.
BDJS BJPക്കൊപ്പം കൂടിയത് വലിയ തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ LDFനും UDFനും സമ്മാനിച്ചത്. എന്നാൽ BDJSനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ കളത്തിലിറങ്ങാനാണ് ഇത്തവണ BJPയുടെ നീക്കം. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMനെ സംബന്ധിച്ച് ഏറെ പഴികേട്ടത് മുസ്ലിം പ്രീണനം നടത്തി എന്ന വാദവുമായി ബന്ധപ്പെട്ടാണ്. മാത്രമല്ല കാഫിർ പ്രയോഗം മലബാറിൽ അലയടിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. അതായത് CPMനെ സംബന്ധിച്ച് പ്രതികൂല സാഹചര്യങ്ങൾ അനവധിയാണ്. എന്നാൽ അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തവണ ആശങ്കകളെക്കാൾ ഏറെ പ്രതീക്ഷയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ ഇടം പിടിച്ച വയനാട് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും കയ്യിലെടുക്കുമ്പോൾ കേരളത്തിലും അതിന്റെ അലയൊലികളും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. എന്നാൽ കോൺഗ്രസിനുള്ളിലെ തമ്മിൽ തല്ലും പിന്നെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന ആശങ്കയുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏറെ തിടുക്കപ്പെട്ടുള്ള പുനഃസംഘടനയും നടപടിക്രമങ്ങളെല്ലാം തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ഈ നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ സാഹചര്യമെല്ലാം അനുകൂലമായി നിൽക്കുന്നത് കോൺഗ്രസിനാണ് എന്ന് പറയാം. ഒന്നുകൂടി വിശദീകരിച്ചാൽ, വയനാട്ടിൽ മഴ പെയ്യുമ്പോൾ പാലക്കാടും ചേലക്കരയിലും മരം പെയ്യും എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉള്ളത്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി ഉണ്ടാക്കുന്ന ഓളം പാലക്കാടും ചേലക്കരയിലും ചെറിയ തോതിലെങ്കിലും ഒരു ഓളമുണ്ടാക്കും എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ.